നിങ്ങൾ വലിയൊരു ഉത്സവം നടക്കുന്ന പറമ്പിലേക്ക് ചെല്ലുകയാണ്. അവിടേക്ക് ചെന്നപ്പോൾ 2 വയസ്സുള്ളൊരു കുഞ്ഞു പെൺകുട്ടി അവിടെ നിൽക്കുന്നു. കണ്ടപ്പോൾ തന്നെ ഒരു ഭയങ്കര ഇഷ്ടം അവളോട് തോന്നുകയാണ്. പക്ഷേ അടുത്ത് ചെന്ന് കഴിഞ്ഞ് പ്രായം ചോദിച്ചപ്പോൾ അവൾ പറയുകയാണ്, എനിക്ക് 28 വയസ്സുണ്ടെന്ന്. ഞെട്ടിയില്ലേ? സ്വാഭാവികമായിട്ടും ഞെട്ടും. പറഞ്ഞു വരുന്നത് ജ്യോതി കിഷൻജി ആംഗെ എന്ന് പറയുന്ന പെൺകുട്ടിയെ പറ്റിയിട്ടാണ്. ഡിസംബർ 16, 1993 ജ്യോതി ജനിക്കുന്നത്. എന്നാൽ ജനിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം അച്ഛനും അമ്മയും ശ്രദ്ധിക്കുന്നു, ഇവൾക്ക് അത് പ്രായത്തിൻ്റെതായ ഒരു വളർച്ചയില്ല. 2 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്ക് എന്തുമേ നീളമുണ്ടാകും, അത് മാത്രമേ ഉള്ളൂ. അതിനുശേഷം ഉയരം വയ്ക്കുന്നില്ല. എന്തിനു പറയുന്നു, ശബ്ദം പോലും ചേഞ്ച് ആകുന്നില്ല. കുഞ്ഞുങ്ങൾ വളരുന്നതിനനുസരിച്ച് ശബ്ദം മാറില്ലേ, അതുപോലും മാറുന്നില്ല. ഇപ്പോൾ പറയുകയാണെങ്കിൽ ഏകദേശം 2 അടി നീളം മാത്രമേ 27 വയസ്സായിട്ടും ജ്യോതിക്കുള്ളൂ. അങ്ങനെ ആശുപത്രിയിലൊക്കെ കൊണ്ടുപോയി പരിശോധിച്ചതിൽ നിന്ന് മനസ്സിലായെന്ന് പറയുന്നത് ഇതൊരു തരം ഡിസോർഡറാണ്. അതായത് ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരീരം വളരണം എന്നുള്ള തരത്തിലേക്ക് നമ്മുടെ ബ്രെയിനിലേക്ക് സിഗ്നൽ ഒന്നും ലഭിക്കില്ല. കൂടാതെ ഹോർമോൺസ് ഓരോ ഏജിലും നമുക്ക് ഓരോ തരത്തിലുള്ള ഹോർമോൺസ് ആണ് ഉണ്ടാകുന്നത്. ഈ ഹോർമോൺസ് ആണ് നമുക്ക് ഓരോ രീതിയിലുള്ള ശാരീരിക മാറ്റവും നമുക്ക് ഉണ്ടാക്കി തരുന്നതും. കൈകൾ വളരുന്നതും പിന്നെ ഈ പറയുന്ന പോലെ നമ്മൾ കുഞ്ഞായിട്ടിരിക്കുമ്പോൾ ഉള്ള ആ ഒരു സ്കിന്നൊക്കെ മാറി നമ്മൾ ആ ഒരു യങ് ആകുമ്പോഴത്തേക്ക് യുവത്വം ഒക്കെ നമ്മളെ പിടികൂടുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു സ്കിൻ ടൈപ്പൊക്കെ ചേഞ്ച് ആകാറില്ലേ, അതുപോലെയൊക്കെ നമുക്ക് ഉണ്ടാകുന്നതിന് കാരണമെന്ന് പറയുന്നത് ഹോർമോൺസ് ആണ്. ഇത്തരത്തിൽ ജ്യോതിയുടെ ശരീരത്ത് ഹോർമോൺസ് പ്രവർത്തിക്കാതെ ആയിപ്പോയി. അതോടുകൂടി ആ ഒരു 2 വയസ്സ് ആ ഒരു ശരീരത്തിൽ സ്റ്റക്കായി പോവുകയാണ് ജ്യോതി ചെയ്തത്. പിന്നീട് അങ്ങോട്ടെന്ന് വെച്ചാൽ ജ്യോതിയുടെ ജീവിതം അത്ര സിമ്പിളായിരുന്നില്ല. സ്വാഭാവികമായിട്ടും കൂടെ പഠിക്കുന്ന കുട്ടികളുടെ കളിയാക്കലുകൾ അവളുടെ മനസ്സിനെ തന്നെ തകർക്കുന്നതായിരുന്നു. പിന്നീട് കൂടെ പഠിക്കുന്ന കുട്ടികൾ, പെൺകുട്ടികളൊക്കെ പ്രത്യേകിച്ച് നല്ല നല്ല ഭംഗിയുള്ള ഉടുപ്പൊക്കെ ഇടുമ്പോഴേക്ക് ജ്യോതിക്കും ആഗ്രഹം തോന്നാൻ തുടങ്ങി, ഇതുപോലെയുള്ള ഭംഗിയുള്ള ഉടുപ്പ് എനിക്കും വേണം എന്നൊക്കെ ഉള്ളത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, തൻ്റെ ശരീരം അതിനൊന്നും അനുവദിക്കുന്നില്ല. അത്തരത്തിൽ പിന്നെ കൂടുതൽ വിഷമങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ആയെങ്കിലും ജ്യോതിയുടെ വീട്ടുകാർ ജ്യോതിയോടൊപ്പം തന്നെ നിന്നതിൻ്റെ ഫലമായിരിക്കാം നമ്മളൊക്കെ ഇപ്പോൾ കാണുന്ന ജ്യോതിയിൽ അത്രയധികം വലിയൊരു കോൺഫിഡൻസ് ഉണ്ടായത് തന്നെ. തനിയെ തന്നെ തനിക്ക് വേണ്ടി ഇരിക്കാനുള്ള ചെയറുകൾ, അല്ലെങ്കിൽ പഠിക്കാനുള്ള ടേബിളുകൾ, പിന്നെ ധരിക്കാനുള്ള ഡ്രസ്സുകളൊക്കെ തന്നെ തനിയെ ഡിസൈൻ ചെയ്ത് അത് എങ്ങനെയാണോ മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുക ആ ഒരു തരത്തിലേക്ക് കൊണ്ടുവരാൻ ജ്യോതിക്ക് സാധിച്ചു. ജ്യോതി അങ്ങനെ തൻ്റേതായ ഒരു ജീവിതം അങ്ങോട്ട് ചിട്ടപ്പെടുത്തി എടുക്കുമായിരുന്നു. ജ്യോതിക്ക് വേണ്ടത് ചെറിയ കപ്പുകളും കാര്യങ്ങളും ഒക്കെയാണ്. അതായത് കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കൊടുക്കാറുള്ള ടോയ്സ് ഇല്ലേ, അതിൻ്റെ വലുപ്പത്തിലുള്ള സാധനങ്ങൾ മാത്രമേ ജ്യോതിയുടെ നിത്യ ആവശ്യങ്ങൾക്കായിട്ട് ജ്യോതിക്ക് ആവശ്യമുള്ളൂ. അതെല്ലാം തന്നെ ജ്യോതി കസ്റ്റമൈസ് ചെയ്തെടുക്കുകയാണ്. പിന്നീട് ഇങ്ങോട്ട് വളർന്നു വന്നപ്പോഴേക്ക് ഈ ലോകത്തിലേക്കും ഏറ്റവും ചെറിയ സ്ത്രീ എന്നുള്ള ഗിന്നസ് റെക്കോർഡും നേടാൻ നമ്മുടെ ജ്യോതിക്ക് കഴിയും. ഈ തരത്തിൽ വിഷമങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഒരുപാട് ജ്യോതിക്ക് ഉണ്ടായെന്ന് പറഞ്ഞാലും ഗിന്നസ് റെക്കോർഡ് നേടി ഈ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി നമ്മുടെ ഇന്ത്യക്കാരിയായ ജ്യോതി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിലെ മഹാരാഷ്ട്രയിൽ നാഗ്പൂരിലാണ് ജ്യോതിയുടെ ജനനം. നീളം എന്ന് പറയുന്നത് 68.2 സെൻറ്റിമീറ്ററാണ്. അതായത് ഏകദേശം 2 അടി മാത്രം നീളം. ഈ ഒരു ലോക റെക്കോർഡൊക്കെ നേടി എന്താ പറയുക, ഇതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് നമ്മുടെ ജ്യോതി കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത്തരത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നവരില്ലേ, അതായത് നീളം കുറഞ്ഞു പോകുക, നീളം കൂടിപ്പോകുക, ആ തരത്തിൽ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് എന്താ പറയുക കുറേ കുറ്റങ്ങൾ കേൾക്കുക, അവരുടെ കളിയാക്കൽ കേൾക്കുക, അങ്ങനെയൊക്കെ ഉള്ളവർക്കൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലാണ് ജ്യോതി ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തിനു പറയുന്നത്, പഠനമൊക്കെ തന്നെ നല്ല ഗംഭീരമായിട്ട് നമ്മുടെ ജ്യോതി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. എന്തിനു പറയുന്നു, ഈ ലോകത്തിലേക്ക് ഏറ്റവും നീളം കൂടിയ പുരുഷനായ സുൽത്താൻ കോസൻ, പിന്നെ ഏറ്റവും നീളം കുറഞ്ഞ ചന്ദ്ര ബഹാദൂർ ഷാങ്കി എന്ന് പറയുന്നവരൊക്കെ തന്നെ നമ്മുടെ ജ്യോതി നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇതൊക്കെ തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഒരു അമേരിക്കൻ ഹൊറർ സ്റ്റോറിയായ അതിൽ ഏകദേശം ഒരു 4ാമത്തെ സീസണിലൊരു ക്യാരക്ടറിനെ അവതരിപ്പിക്കുകയും നമ്മുടെ ജ്യോതി തന്നെ ചെയ്തിട്ടുണ്ട്. ഹോളിവുഡിലൊക്കെ അഭിനയിക്കുക എന്ന് പറയുന്നത് കഴിഞ്ഞാൽ അത്ര നിസ്സാര സംഭവമൊന്നുമല്ലാട്ടെ. നമ്മുടെ മലയാളികളായ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യക്കാരായ നടന്മാരൊക്കെ തന്നെ ഹോളിവുഡിൽ ചെറിയ വേഷം ചെയ്ത് വയ്ക്കുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു അതിശയം വരാറുണ്ട്. അവർക്ക് അങ്ങനെ അവിടെ കിട്ടിയല്ലേ, ഹോളിവുഡിൽ നമ്മുടെ മലയാളി സാന്നിധ്യം അല്ലെങ്കിൽ നമ്മുടെ ദേശത്തിൻ്റെ ഒരു സാന്നിധ്യം എന്നൊക്കെ പറയുന്നത് ഇതൊന്നുമില്ലാതെ, അതായത് ഫിലിം ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ലാതെ ജ്യോതിയും നേടിയിരിക്കുകയാണ് അങ്ങനെ ഒരു സ്ഥാനം. ജ്യോതിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ് നമ്മളോടൊക്കെ. സ്നേഹിക്കുക, സ്വന്തം ശരീരത്തെ സ്നേഹിക്കുക. അതിന് ഏതവസ്ഥയിലാണെങ്കിലും ഏത് തരത്തിലാണെങ്കിലും അങ്ങനെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് അതിൻ്റേതായൊരു കോൺഫിഡൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാകും. ആ കോൺഫിഡൻസ് നിങ്ങൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വരാൻ തുടങ്ങും. അങ്ങനെ എല്ലാ കാര്യത്തിലും പെർഫെക്റ്റ് അല്ല എങ്കിലും നമ്മളെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് പോലെ നമുക്ക് പെർഫോം ചെയ്യാനും സാധിക്കും. കണ്ടില്ലേ, ജ്യോതിയുടെ ജീവിതം തന്നെയാണ് അതിലെ ഏറ്റവും വലിയ തെളിവ്.
ഇനിയുള്ള കുറവുകളൊക്കെ പറഞ്ഞ് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മാറ്റി വെക്കാതെ എന്താണോ ആഗ്രഹം, ഏത് രീതിയിലാണോ ജീവിതം മുന്നോട്ട് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത് ആ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുക. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.